ഇവിടെ ഈ ഒരു സോൾജർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്, അതിനാണ് ഇത്രയും വലിയൊരു ശിക്ഷ അയാൾക്ക് കൊടുക്കുന്നത്. ഒരു കാലിൽ വളരെയധികം ടൈറ്റ് ആയിട്ടൊരു ചെങ്ങല കെട്ടിയിട്ട് മറ്റേ അറ്റം വലിയൊരു പാറക്കല്ലിൽ ആഴത്തിൽ അടിച്ച് തറക്കുകയാണ്. ബാക്കിയുള്ള പട്ടാളക്കാരുണ്ടല്ലോ, അവർ കുറച്ച് ഭക്ഷണവും വെള്ളം കൊടുത്തിട്ട് ഇവിടെ നിന്നിട്ട് മറ്റു പട്ടാളക്കാരെ തടയെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഈ മറ്റു പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ശത്രുപക്ഷത്തുള്ള പട്ടാളക്കാരാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ദേഷ്യം വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ റിലോഡ് ചെയ്തിട്ട് അവർക്കിട്ട് ഒരു പൊട്ട് പൊട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അവർ കാടിലോട്ട് ഓടി പോവാണ്. ഇനി ഇവനക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, എങ്ങനെയും ആ ചെങ്ങലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത മാത്രമായി. അങ്ങനെ ആദ്യം തന്നെ അവൻ ചെങ്ങലിലോട്ട് ഒരു വെടി വെക്കുകയാണ്. പക്ഷെ അവന്റെ കാലിൽ നല്ല രീതിയിൽ വേദന ഒന്നും അല്ലാതെ ഒരു രക്ഷയില്ല, കാരണം അത്രയും കട്ടിയുള്ള ചെങ്ങൽ. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുന്ന ടൈമിലാണ് അവനക്ക് അവിടുന്ന് ഗ്ലാസ് കിട്ടിയത്. ആ ഗ്ലാസ് നോക്കിയ സമയത്ത് അവനക്ക് എന്തോ ഒരു കാര്യം മനസ്സിലാവാണ്. അങ്ങനെ പെട്ടെന്ന് 2 ലെൻസും റിമൂവ് ചെയ്യാണ്. എന്നിട്ട് കൂട്ടി വെച്ചിട്ട് പൈൻ ചെടി ഉണ്ടല്ലോ അതിന്റെ കറ യൂസ് ചെയ്തിട്ട് അതിൽ ചുറ്റും ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് അതങ്ങനെ സെറ്റ് ചെയ്യാണ്. സംഭവത്തിന്റെ പേരെന്താ അറിയില്ല, അതാണ് ഞാൻ ഈ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കുറച്ച് വെള്ളം നിറക്കുകയാണ്. അങ്ങനെ എന്തൊരു തരം ലെൻസ് ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ലെൻസ് വെച്ചിട്ട് സൂര്യപ്രകാശം വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ടൊരു തീ ഉണ്ടാക്കിയെടുക്കാനാണ് ആളെ പ്ലാൻ. അങ്ങനെ ആ ലെൻസ് വെച്ചുകൊണ്ട് അവനൊരു തീ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കത്തി പിടിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ഒരു ചുള്ളിക്കമ്പ് വെച്ചിട്ട് അത് നാളി കത്തിക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് ആ പാറക്കല്ലോട്ട് ഒഴിച്ച ഉടനെ തന്നെ അവിടെ പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു വിള്ളല് വരികയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2-3 പ്രാവശ്യം അവൻ നോക്കിയപ്പോഴും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവൻ നിർത്താൻ തയ്യാറായിരുന്നില്ല. അവന്റെ കയ്യിലുള്ള ഫുഡ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയ ടൈമിൽ അവിടെ ഉണ്ടെങ്കിൽ ശത്രുപക്ഷത്തുള്ള പട്ടാളക്കാർ കാണുന്നുണ്ടായിരുന്നു. അവർ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തട്ടിക്കളി. അങ്ങനെ ഇവന്റെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ തീർന്നതുകൊണ്ട് തന്നെ ഇനി അധികം ടൈമില്ല. അങ്ങനെ അവനെ എത്തി വലിയ ചുള്ളിക്കമ്പ് ശേഖരിച്ച് അവന്റെ കയ്യിൽ ആകണ്ടായിരുന്ന ഒരു വെള്ളം ശേഖരിച്ച് അതിലിട്ട് ഒഴിക്കുകയാണ്. അങ്ങനെ അവന്റെ കയ്യിലെ വെള്ളം കഴിയുന്നതുകൊണ്ട് തന്നെ ഇനി അത് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ആ ആണിക്കൊരു ഇളക്കം ഉണ്ടായിരുന്നു. അങ്ങനെ അവന്റെ കയ്യിലെ വെടിയുണ്ടിലെ മരുന്നൊക്കെ അവന് കുപ്പിയിലോട്ട് ശേഖരിച്ച് അവിടേക്ക് വെച്ച് അതിനുശേഷം കുറച്ച് പുല്ലൊക്കെ വെച്ചുകൊണ്ട് അവിടെ കത്തിക്കുകയാണ്. അങ്ങനെ അവിടെ ചെറിയൊരു സ്പോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ പാറിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. വളരെയധികം സൗണ്ട് ഉണ്ടായി എന്നല്ലാതെ ആണിക്ക് ഒരു ഇളക്കവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് നല്ല ദേഷ്യം കയറി കണ്ട് അതിക്ക് 2 ചവിട്ട് കൂട്ടാണ്. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഗണ്ണ് എടുക്കുകയാണ്. ആ ഗണ്ണിന്റെ ഒരു സാധനം എടുത്തിട്ട് ആ ആണിയുടെ അവിടെ വെച്ച് കണ്ട് വലിയൊരു കരിങ്കല്ല് എടുക്കുകയാണ്. എന്നിട്ട് ആന അടിക്കുകയാണ്. അപ്പോഴേക്കും ചെക്കൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുറിവുണ്ട്. പിന്നീട് നോക്കുന്ന ടൈമിൽ ചെറുതായിട്ട് ആ ആണി നളകുകയാണ്. അത് കണ്ടോടെ തന്നെ അവന്റെ പ്രതീക്ഷയൊക്കെ കൂടുകയാണ്. പെട്ടെന്ന് അവന്റെ എല്ലാ ശക്തി എടുത്തിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആണി അവിടുന്ന് ഊരിപ്പോരാണ്. അങ്ങനെ ചെക്കൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. മുത്തുമണികളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഇനി കഥയെ കണ്ടേ.